ഈ ഗുണ്ടാസ്തോലന്മാരെ പൂട്ടാൻ വല്ല മാർഗവുമുണ്ടോ? ഒരു നാടൻ ഗുണ്ടയുടെ മുടയുള്ള സുവിശേഷം എന്ന തലക്കെട്ടോടെ ഇക്കഴിഞ്ഞ ഞായറാഴ്ച i2 ന്യൂസിൽ ജിനോ എന്ന ഗുണ്ടാ പാസ്റ്ററെ കുറിച്ച് ഞങ്ങളൊരു വീഡിയോ നൽകിയിരുന്നു. അവനെ എവിടെ കാണാൻ കിട്ടിയാൽ ഞാൻ ചാണയ്ക്ക് വെക്കും നോക്കിയിരുന്നു. കോട്ടും സൂട്ടോളം ഇടി നീ കണ്ടിട്ടില്ല, ഞാൻ തരാൻ പോകുന്നേ കണ്ടു. ചെങ്ങന്നൂര് കാണട്ടെ, കോട്ടും സൂട്ടോളം ഇടിയാ. കൈ ചുരുട്ടിയാൽ എന്റെ അമ്മാടമ്പ് സ്വഭാവം പുറത്തു വരും. എന്നെ പുറത്തു വരിക. കൈ മേളോട്ട് കയറിയപ്പോ എനിക്ക് ധൈര്യം പഴയ ശീലമാണ്. കൈ ഇങ്ങനെ ചുരുട്ടി കയറ്റിയ ശീലം. ഇത് കണ്ണൂരിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലോ. കണ്ണൂരിൽ നിന്ന് കുറച്ച് ദൂരത്താ താമസിക്കുന്നത്. കുറച്ച് വാടക ചോദിക്കുന്നതിന് അപ്പുറത്തോട്ട് പറയരുത്. മൈക്കെടുത്ത് ഞാൻ എറിയും. ഞാൻ ഇവിടെ വെച്ച് നിർത്തും. മനസ്സിലായോ? ഞാൻ പറയും ഞാൻ പിണറായി പക്ഷക്കാരനാ, ഞാൻ CPIM കാരനാ. അതിനൊരു മാറ്റം ഇനിയില്ല. എവിടെ നിന്ന് വേണേലും പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നോട് ഇവിടെ ഇരിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. എണ്ണീര് പോയി എവിടെ കാണാൻ വരുന്നത് തിരിച്ചു തേമ്പും തർക്കമില്ലാത്ത കേസാ. കേസ് കൊടുക്കാൻ പോവാ. കൊടുക്ക് കേസ്, കൊടുക്ക് കേസ്. എനിക്ക് ആളും പേരുമില്ലേ. ഭരിക്കുന്ന ഞങ്ങളാന്നുള്ളത് വേണം. എനിക്ക് നല്ല ഇങ്ങോട്ട് കയറി അലമ്പ് കാണിച്ച 7 ഇരട്ടി ശക്തിയിൽ അങ്ങോട്ടും അലമ്പ് കാണിക്കും. തർക്കമില്ലാത്ത കേസാ. റേഞ്ച് ഉണ്ടെന്ന് ആരെയാ കാണിക്കുന്നത്? 4, 3, 7 കോൺഗ്രസ്സുകാരെ കാണിച്ചിട്ട് എനിക്ക് റേഞ്ച് ഉണ്ടെന്ന്. ഇവിടെ 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 ഏതാ? അതൊക്കെ വേറെ എവിടെയെങ്കിലും കൊണ്ട് കാണിച്ചോണം. എനിക്ക് കൈ തന്നില്ല, ഈ ആള് ഞാൻ കൈ കൊടുത്തിട്ട് കൈ തന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കൈ വെക്കാവോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പിടിച്ചിറക്കണോ, ഓടിയിറക്കണോ, തല്ലി ഇറക്കണോ എന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഇവിടെ ശബ്ദം ഉണ്ടാക്കിയാൽ എനിക്കത് അരോചകമായി മാറുകയാണ്. എന്ത് അതിനെ വിളിച്ചേ? ആരാ അത്? മിണ്ടരുത്. ഇല്ലെങ്കിൽ അതിനെ വെളിയിൽ കൊണ്ടിരുത്തണം. ഓക്കെ, ഹല്ലേലൂയ. വീണ്ടും പറയാം, വെളിയിൽ കൊണ്ടിരുത്തണം. കർശനമായി പറയുക. ഇവിടെ ഇരിക്കുന്ന ലീഡേഴ്സ്, സ്ത്രീകൾ എന്ത് ചെയ്യും? എല്ലാം ഇറങ്ങി വെളിപ്പൊക്കോ. ഒറ്റൊന്നിനും ഇവിടെ കാണും. ഒരു പ്രയോജനവും ഇല്ലാത്ത 4-5 എണ്ണം. ഇവനെ പൂട്ടാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് ചോദിച്ച് മിനി മാത്യു എന്നൊരു സഹോദരി ഞങ്ങളെ വിളിച്ചത് കേൾക്കുക. ഇത്തരം ഗുണ്ടാസ്തോലന്മാരെയും പോക്കറികളെയും നിലയ്ക്ക് നിർത്തണമെങ്കിൽ നമുക്ക് നിലവിലെ നിയമ സംവിധാനങ്ങൾ കൊണ്ട് സാധിക്കില്ലെങ്കിലും നമ്മൾ ഈ തീവട്ടികളുടെ അടുത്തേക്ക് പോകാതിരിക്കുക എന്ന ഒരു തീരുമാനമെടുക്കുക മാത്രമാണ് നിലവിലുള്ള ഏകപ്പവും വഴി. എന്റെ പേര് മിനി എന്നാണ്. ഞാൻ വിളിക്കുന്നത് എറണാകുളത്തു നിന്നാണ്. സാറ് ഇപ്പോ ഇത് മീഡിയയിൽ ഇത് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഇങ്ങനെ മെസ്സേജ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തുന്ന ഒരാൾക്കെതിരെ സാറിന് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ലേ? അതൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വിളിച്ചത്. അതങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റുന്നത് ആക്ഷൻ അല്ല, എന്ന് വെച്ചാൽ ഇതിനെതിരായിട്ടൊന്ന് എന്താ പറയുന്ന എന്തെങ്കിലും ഒരു ലീഗൽ പ്രൊസീജിയർ നടത്താൻ പറ്റില്ലേ? ഇവര് ഒരു കുഞ്ഞിനെ പുറത്ത് കൊണ്ടുപോയി ഇരുത്താൻ പറയുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ്, ഇവരൊക്കെ പാസ്റ്റർമാരായിട്ട് സഭയിൽ പ്രസംഗിക്കുകയും ഇങ്ങനെ കാണിക്കുകയും ചെയ്യുമ്പോൾ ഇത് ദൈവനാമം ദൂഷിക്കപ്പെടുകയല്ലേ? ഒന്ന്. രണ്ടാമത്, ജനത്തിനെതിരെ ഇത്രയും ക്രോധമായി ഇടപെടുന്ന ഒരാൾ ബൈബിളുമായിട്ട് നിൽക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി ആ ഒരു മനോഭാവത്തിൽ വരുന്നു. അത്രമാത്രം നമുക്ക് രോഷം വന്നു. അതുകൊണ്ടാണ് സാറിനെ ഇപ്പം നമ്മൾ മനുഷ്യനാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് കാണുമ്പം ദേഷ്യവും എന്താ പറയുന്ന വല്ലാത്തൊരു മനോഭാവം മാറുന്നു. ഇത് കണ്ട് വളരുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെ നല്ലവരായിട്ട് വളരും? ഇത് ഒരു ആത്മീയ സമൂഹമാണ്. അപ്പോൾ ഇതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട്, മുതിർന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഒരുപക്ഷെ ഇത് സോഷ്യൽ മീഡിയയിലൂടെ ഈ മീറ്റിംഗ് കാണുന്ന ഒരു കുട്ടി എങ്ങനെ ഒരു നല്ല ആളായിട്ട് മാറി വരും? ഇവര് ആ ഒരു ബ്രദറിനെ മൈക്കെടുത്ത് എറിയോന്ന് പറയുന്നു, കൊച്ചിനെ പുറത്തു കൊണ്ടുപോയി ഇരുത്താൻ പറയുന്നു. യാതൊരുവിധ മാനേഴ്സും ഇല്ലാതെ സംസാരിക്കുന്ന ഒരു വ്യക്തി. ഈ വ്യക്തി ദൈവവചനം പാസ്റ്ററാണ് അല്ലെങ്കിൽ ദൈവവചനം പറയുന്ന ഒരാളാണെന്ന് പറയുന്നത് വരെ നമുക്ക് സമൂഹത്തിന് നാണക്കേടല്ലേ? പിന്നെ പുള്ളി പാർട്ടിയുടെ കാര്യവും പറയുന്നുണ്ട്. പുള്ളിയോട് എങ്ങനെ നിൽക്കുന്നു ആ തരത്തിൽ തിരിച്ച് ഇടപെടുമെന്ന്. ഇപ്പം എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട്. കാരണം സഹോദരിക്കെങ്കിലും ഇത് കണ്ടിട്ട് ഇത് തെറ്റാണെന്നും ഇതൊരു ദൈവനാമം ദുഷിക്കപ്പെടുകയാണെന്നും ഈ പറയുന്ന ആത്മീയ കച്ചവടക്കാരൻ ചെയ്യുന്ന ചെയ്തികൾ തെറ്റാണെന്ന് അറ്റ്ലീസ്റ്റ് ഒരു ബോധവേലും ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് എന്റെ നമ്പർ കണ്ടിട്ട് തന്നെ വിളിക്കുന്നത്. ഇത് അല്ല, അത്രമാത്രം സഹിക്കുക. കാരണം സാറ് ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണ്.
കാരണം പലർക്കും ഇത് ബോധം. പക്ഷെ ഈ ഇത്രയും മനുഷ്യർ അവിടെ ചെന്ന് ഈ പുള്ളിയുടെ മുമ്പിൽ കുത്തിയിരിക്കുന്നു. ഈ ഒരു സുവിശേഷകൻ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ ഒരു ദൈവവചനത്തെ കയ്യിലെടുക്കാൻ പ്രാപ്തനായിട്ട് ആകുന്ന ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണമെന്ന് ബൈബിളിൽ തിരുവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തിമത്യോസിനോട് പൗലോസ് പറയുമ്പോൾ തിമത്യോസിന്റെ ലേഖനത്തില്, തീത്തോസിന്റെ ലേഖനത്തില്, അങ്ങനെയുള്ള ലേഖനങ്ങളിലെല്ലാം ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ എങ്ങനെയുള്ളവനായിരിക്കണം ഒരു ശുശ്രൂഷകൻ എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കുഞ്ഞിനോട് മാന്യമായിട്ട് അല്ലെങ്കിൽ ആ കുഞ്ഞെന്നൊക്കെയും പറഞ്ഞാൽ മതിയായിരുന്നു. അതുപോലും ഇല്ലാത്ത ഒരാള് എങ്ങനെ ഒരു സഭയിലെ ആളെ നല്ല രീതിയിൽ, വചനമാണല്ലോ പ്രസംഗിക്കുന്നത്, ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹമാകണം എന്ന് കരുതിയിട്ടല്ലേ വചനം പറഞ്ഞു കൊടുക്കുന്നേ, അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നേ. ഇവര് എന്ത് പ്രവചനമാണ് അല്ലെങ്കിൽ എന്ത് വചനമാണ് പഠിപ്പിക്കുന്നത്? സമൂഹത്തിന് ഇവര് നടത്തുന്ന ശുശ്രൂഷ കൊണ്ടും ഇവര് നടത്തുന്ന പ്രവചനം കൊണ്ടും ഇവര് നടത്തുന്ന സഭ കൊണ്ടും നമ്മുടെ ഈ സൊസൈറ്റിക്ക് എന്താണ് ഗുണം? ഒന്ന് ഈ പറഞ്ഞ പോലെ അവിടെ ആ കൂടിയിരുന്ന് കൈയടിച്ച് വെളിവില്ലാതിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും, സഹോദരി ഇപ്പോൾ ഈ ചിന്തിച്ച പോലെ ചിന്തിക്കുമായിരുന്നെങ്കിൽ അവർ അവിടെ വെച്ച് അവനോട് ചോദിച്ചേനെയും അവന്റെ പ്രവർത്തനങ്ങൾ അവിടെ നിന്നേനെയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഒരു ഐ ന്യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇതൊന്നും ആത്മീകമായ പ്രവർത്തനമല്ല. ഇതെല്ലാം ഈവൻ ഒരു പൈശാചികനാണ് എന്നുള്ള സത്യവും, അതുപോലെ ഈ ഇത്തരത്തിലുള്ള ഈ കപട ആത്മീയതയുടെ മറവിൽ നടത്തുന്ന ചൂഷണങ്ങളും, ഈ പറയുന്ന വയറ്റിപ്പഴപ്പിന് വേണ്ടി ഗുണ്ടകൾ പോലും ഇറങ്ങി ദൈവനാമത്തെ ദുഷിപ്പിക്കുന്ന ഇത്തരം ചെയ്തികളെ ആളുകളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ചൂണ്ടുപലകയുടെ റോള് മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അതിനപ്പുറത്തേക്ക് നമുക്ക് മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഈ രാജ്യത്തിൻ്റെതായ നിയമസംഹിതകളുണ്ട്. ആ നിയമം പാലിക്കാനുള്ള ഏജൻസികൾ ഇവിടെ ഉണ്ട്, പോലീസ് സംവിധാനങ്ങളുണ്ട്, കോടതി സംവിധാനങ്ങളുണ്ട്. അന്നേരം അതിനകത്തൊക്കെ ഒത്തിരി പോരായ്മകളും ഉണ്ട്. ആ പോരായ്മകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ ആത്മീയതയുടെ പേരിലുള്ള തട്ടിപ്പും ചൂഷണവും നടക്കുന്നത്. അന്നേരം അതിനകത്തേക്ക് കാലാനുസൃതമായ മാറ്റം വരണമെന്നും ആ സംവിധാനത്തിനൊരു ബോധം ഉണ്ടാകുകയും പൊതുജനങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടാകുന്നതിന് വേണ്ടി മാത്രം ഒരു കറക്റ്റീവ് മെഷേഴ്സ് എന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ നിയമ സംവിധാനങ്ങൾ വെച്ച് നമുക്ക് ഇദ്ദേഹത്തെ കറക്റ്റ് ചെയ്യാൻ എങ്ങനെ സാധിക്കും? അല്ല, പുള്ളി അതിനിടയ്ക്ക് പറയുന്നുണ്ട് നമ്മുടെ പാർട്ടി അല്ലേ ഭരിക്കുന്നതെന്ന്. കാരണം അത് പുള്ളിക്കൊരു എന്താ പറയുന്ന ഒരു പിടിച്ചു നിൽക്കാനുള്ള ഒരു ചൂണ്ടുപലകയാ, അന്നേരം അവരെ കയ്യിലെടുക്കാനുള്ള ഒരു ഇതാണെന്ന്. അതാ പറയുന്നത്. ഇത്തരം കള്ളന്മാരെല്ലാം എപ്പോഴും എന്താ ഭരണവർഗത്തിന്റെ കൂടോ ശക്തിയുള്ളവരുടെ കൂടോ സാമ്പത്തികമുള്ളവരെ പറ്റി അവർക്ക് നീക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം അവരത് പറയും. ഇതിനകത്ത് ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിലുപരി ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഓരോരുത്തരുവാ. നമ്മൾ ഓരോരുത്തരും മനസ്സിലാകാണ് ഇത് ഇവൻ കള്ളനാണ്, ഈ പറയുന്നത് കള്ളത്തരമാണ്, ഇത് ഭോഷത്തരമാണ് ഇത് പറയുന്നത്, ഇതിനകത്തൊന്നും ഒരു ആത്മീയത ഇല്ല എന്ന് ഓരോ വ്യക്തിക്കും ഒരു വെളിവ് വരുമ്പോൾ ഇവന്മാരുടെ ഏറ്റവും ചെയ്യാവുന്ന ഏറ്റവും നല്ല സാധനം എന്താ? അവന്റെ അടുത്ത് പോകാതിരിക്കുക എന്നുള്ളതല്ലേ. മിനിമം ആ ഒരു ബോധം ഉണ്ടായി കഴിഞ്ഞാൽ ഇവനെ ആരും ശ്രദ്ധിക്കുന്നില്ല, ഇവന്റെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ചെലവാകത്തില്ല. ആളുകൾക്ക് ഒരു അവബോധം വന്നു കഴിഞ്ഞാൽ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം. സാറേ, അതുകൊണ്ടാണ് ഇപ്പൊ മെയിനായിട്ട് വിളിച്ചത്. കാരണം പുള്ളിയുടെ സ്വന്തം കെട്ടിടം ആണെന്ന് തോന്നുന്നു. ആ കെട്ടിടത്തിൽ ആൾക്കാർ ചെന്നത് കൊണ്ടല്ലേ കുറച്ച് 4-5 പെണ്ണുങ്ങൾ ഉണ്ടെന്ന് പറയുകയും ആ ബ്രദറിനെ മൈക്കെടുത്ത് എറിയൂന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോ അവിടെ ചെന്നിരുന്നിട്ടാണ്. അതാ പറഞ്ഞേ, അവനെ സംബന്ധിച്ചു അതാ പറഞ്ഞേ, അവന്റെ സ്ഥലത്ത് ഇപ്പൊ അവന്റെ സ്ഥലത്തേക്ക് അവിടേക്ക് ചെന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കും അവന്റെ നിയമ സംവിധാനങ്ങളുണ്ട്. അവൻ പറയുന്നത് പാലിക്കാൻ അവര് ബാധ്യസ്ഥരാ. അവന്റെ ഒരു സംവിധാനത്തിൽ ആ പറയുന്ന രീതിയിൽ നിൽക്കാൻ പറ്റാത്തവരവിടെ നിൽക്കേണ്ട, ഇറങ്ങിപ്പോടാന്ന് തന്നെയല്ലേ അവൻ പറയുന്നത്. അത് തന്നെ പറയുന്നത്. പക്ഷെ അത് കേട്ടിട്ട് സത്യം പറഞ്ഞാല് നമുക്ക് ഹൃദയവേദന തോന്നിയിട്ടാണ് ഞാനിപ്പോ സാറിനെ വിളിച്ചത്. അങ്ങോട്ട് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഒന്ന് വചനം വിരുദ്ധം ചെയ്യുന്നത് മൊത്തം വചനം, ബൈബിള് വായിക്കുകയോ ആ വ്യക്തി ബൈബിൾ പഠിക്കുകയോ, അവര് ഒന്ന് ആ പറയുന്നവനോ ആ പോയിരിക്കുന്നവർക്കോ വേദപുസ്തകം വായിക്കുകയും ആ വചനത്തിൽ ഒരു വചനപരമായ ഒരു അത് വ്യാഖ്യാനിക്കുവാനോ അല്ലെ അത് അറിയുവാനോ ഉള്ള ഒരു കഴിവുണ്ടായിരുന്നുവെങ്കിൽ അവർ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പൈശാചികദാസന്മാരുടെ അടുത്ത് അവർ പോകില്ല. ഒന്ന് സാറ് പറയുന്നത് പോലെ ഈ കുഞ്ഞുങ്ങളുടെ അരികെ പോയി ഇരിക്കുന്ന അവര് ഒരു പ്രാവശ്യം ആ പോകുന്ന സമയം കൊണ്ട് ആ ബൈബിൾ ഒന്ന് തുറന്ന് വായിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുക. നമ്മുടെ ഒരു ശ്രമം എന്ന് പറയുന്നത് ഇതാണ്. അത്തരത്തിലൊരു അവബോധം ജനങ്ങൾക്ക് ഉണ്ടാകുക, ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കുക. ഇത്തരം കപട നാണയങ്ങളെ ആരും പൊളിച്ചു കാണിക്കാത്തത് കൊണ്ട്, ഇവരുടെ മേൽ ആരുടെയും ശ്രദ്ധ പതിയാത്തത് കൊണ്ട് ഇവരെ ഒരു സൈഡിലൂടെ ഇവരുടെ കച്ചവടങ്ങൾ നടത്തി ചൂഷണങ്ങൾ നടത്തി പൊക്കൊണ്ടിരിക്കുക. ഇതൊന്നും ഒരു മെയിൻ സ്ട്രീമിന്റെ ഒരു മുഖ്യധാരയിലുള്ള ജനങ്ങളുടെയോ
മറ്റാരുടെയും ശ്രദ്ധയിലേക്ക് വരുന്നില്ല. ഈ ചൂഷകത്തിൽപ്പെട്ട് കിടക്കുന്നവരെ കൂടുതൽ കൂടുതൽ ചൂഷണം ചെയ്ത് അവരെ നിത്യദാരിദ്ര്യത്തിലേക്കും നാശത്തിലേക്കും ഇവർ നയിച്ചുകൊണ്ടിരിക്കുക. അന്നേരം അത്തരം ഒരാളുകൾക്ക് ഒരു അവബോധം വരിക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ നമുക്ക് ഇതിനകത്തുള്ളൂ. സാറെ മതപരിവർത്തനം നടത്തുന്നു എന്നും പറഞ്ഞ് സുവിശേഷം അറിയിക്കുന്നവരെ ജയിലിലാക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ആ ഒരു വ്യക്തി അവിടെ നിന്ന് കൈ ചുരുട്ടി കാണിച്ചിട്ട് പറയുന്നു ഇതാണ് എന്റെ ശൈലി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ശൈലിയിൽ രീതിയിൽ വചനം പറയാനോ വചനം ശുശ്രൂഷിക്കാനോ എങ്ങും വചനത്തിൽ എങ്ങും കാണുന്നില്ല. അതുമല്ല അവിടെ ഇരിക്കുന്ന വിശ്വാസികളെയോ അവിടെ ചെന്നിട്ടുള്ളവരെയോ കുഞ്ഞുങ്ങളെയോ സ്ത്രീകളെയോ ഒരു വാക്ക് കൊണ്ട് പോലും റെസ്പെക്ട് കൊടുത്തല്ല ആ ആള് അവിടെ ശുശ്രൂഷിക്കുന്നത്. അപ്പോ ഇങ്ങനെയുള്ളവർക്കെതിരെ നമുക്ക് ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നിയമവും ഇല്ലേ? എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ അവനെ കേൾക്കാനും അവൻ പറയുന്നതിന് കൈയടിക്കാനും വിസിലടിക്കാനും ആളുള്ളിടത്തോളം കാലം അവനൊരു ഓഡിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതല്ല ഏറ്റവും ഭീകരമായ അവസ്ഥ. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോലും അതിന് ആമേൻ പറയുകയും അതിന് കൈയടിക്കുകയും അതിന് വിസിലടിക്കുകയും ചെയ്യുന്ന ആളുണ്ടെങ്കിൽ ഇവൻ ഇതെല്ലാം ഇതിന്റെ അപ്പുറത്തേക്കും കാണിക്കും. അവരത് ക്ഷമിക്കും. ഇപ്പൊ അതിനിട്ട് ആ മൈക്ക് എടുത്ത് എറിഞ്ഞു നോക്കുക, ആരെങ്കിലും അവനെതിരെ ശബ്ദിക്കുവോ? സ്തോത്രം ഹല്ലേലൂയ വിളിച്ചു പറയും. ആരുടെ അവൻ ചെവിക്കൽ ആ കൊച്ചിനെ എടുത്ത് അവൻ വെളിയിലോട്ട് എറിഞ്ഞു നോക്കുക, അന്നേരവും പറയാം. കൊച്ചിന്റെ തള്ളയടക്കം വിളിച്ച് ഹല്ലേലൂയ സ്തോത്രം വിളിച്ചു പറയും അവര്. ഇവനെതിരെ ഒരു വിരൽ പോലും ആരും ചൂണ്ടത്തില്ല. അത്രയും അടിമത്വം. തൊണ്ണ എന്ന പദമല്ല, അതിനപ്പുറത്തേക്കുള്ള പദങ്ങളൊക്കെയാണ് ഇവരെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടത്. അല്ല, ഇപ്പൊ ഞാനോ സാറോ ഒരു കൊച്ചു കുഞ്ഞിനോട് നമ്മൾ എന്തെങ്കിലും ഒരു മോശമായി പറഞ്ഞാൽ അതിന് ചൈൽഡ് കെയറോ അല്ലെങ്കിൽ മറ്റുള്ള ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഓരോ ഇതിലും ആക്ഷൻ എടുക്കാം. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഗുണ്ടയല്ല, ഇത് ലഹരിക്ക് അടിമയായിട്ട് നിൽക്കുന്ന ഒരാളാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ പ്രസന്റ് ചെയ്യത്തില്ല. അവനൊരു പിതാവോ അവനൊരു കുഞ്ഞുള്ളവനോ ആണെങ്കിൽ ഒരിക്കൽ പോലും ഒരു കുഞ്ഞിനെ കുറിച്ച് അങ്ങനെ ഒരു കരയുന്ന ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമോ? ഇല്ല. അന്നേരം ഈ പറഞ്ഞ പോലെ സഹോദരി പറഞ്ഞ പോലെ അവനൊരു സ്വബോധം കാണത്തില്ല. ഒരു മനുഷ്യനാണെന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, ഇവനൊരു ഫാമിലി ഉള്ളയാണെന്ന് പോലും നമുക്ക് ഡൗട്ട് തോന്നിപ്പിക്കത്തക്ക തരത്തിലാണ് പുള്ളിയുടെ പെർഫോമൻസ് അവിടെ ചെയ്യുന്നത്. കാരണം ഒരു കുഞ്ഞിനോട് നമ്മള് എന്താ പറയുക, നമ്മുടെ കുഞ്ഞെന്നല്ല, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു ജീവിയോട് പോലും മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ്, സുബോധമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവന് അതിനോടൊരു അനുകമ്പയും കരുണയും കാണും, സ്നേഹവും കാണും. അത്ര പോലും റെസ്പെക്ട് ഇല്ലാതെയാണ് ആ കൊച്ചിനോട്, അല്ലെങ്കിൽ ആ പെണ്ണുങ്ങൾ എന്നുള്ള വാക്കാണ്. ഇവിടെ 3-4 പെണ്ണുങ്ങളുണ്ടെന്ന് അങ്ങനെ പറഞ്ഞ് ആ വാക്കുകൾ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ മനുഷ്യന് കണ്ണില്ലേ? അല്ലെങ്കിൽ മനുഷ്യ സമൂഹം ഇതിനെതിരെ എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല? അല്ലെങ്കിൽ ഇതിനെ എവരെ വളർത്തിക്കൊണ്ട് പോകുന്ന എന്താണെന്നുള്ളതാണ് സത്യം പറഞ്ഞ. അങ്ങനെ ഒരു സ്വസ്ഥത ഇല്ലാഞ്ഞിട്ടാണ് സുനിൽ സാറിനെ വിളിച്ചത് ഞാൻ. ഇപ്പം ഈ സഹോദരി എന്നോട് ചോദിച്ച ചോദ്യം ഓരോ സ്ത്രീകളും അല്ലെങ്കിൽ ഓരോ ഈ പറയുന്ന വിശ്വാസികൾ എന്ന് പറയുന്നവരും സ്വയം ചോദിക്കേണ്ടത് ചോദ്യമാണ്. ഇതെല്ലാം കണ്ടിട്ട് എന്തേ എനിക്ക് മാത്രം ഒരു ബോധം ഉണ്ടാകുന്നില്ല? ഇതിന്റെ പിന്നിൽ പോകുന്നു. ഇവൻ എങ്ങനെ ആത്മീയനാകും? ഇതെങ്ങനെ ദൈവികമാകും? ഇതിന് കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് തമ്മിൽ അല്ലെങ്കിൽ സുവിശേഷവുമായിട്ട് എന്ത് ബന്ധമാണുള്ളതെന്ന് ഓരോരുത്തരും ചോദിച്ചു കഴിയുമ്പം അവനുള്ള ഉത്തരം അവന്റെ മനസ്സ് പറയും. അവനോട് ചോദിക്കും, നീ എന്തിനാണ് ഇത്തരം പൈശാചിക ശക്തികളുടെ പുറകെ പോകുന്നത്? നിന്നോട് ആര് പറഞ്ഞു ഇവരുടെ പുറകെ പോകാൻ? നിന്നോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള അവൻ സ്വയം ചോദിക്കുമ്പോഴത്തേക്കും അവന്റെ ഉത്തരം അവന് ഉള്ളിൽ തന്നെ കിട്ടും. എന്നിട്ട് അവൻ വീട്ടിലിരുന്ന് വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ മാത്രം അവനുള്ള ഉത്തരം കിട്ടും. ഇതേ ഇതിനുള്ളൊരു മറുപടി എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമ്മളുടെ ദൗത്യം എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിതിനെ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി കൊടുക്കുക. ബാക്കി കർത്താവ് പറഞ്ഞ പോലെ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.